കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാ ഭാഗം ഉൽപ്പത്തി 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 32-ൽ യാക്കോബ് തൻ്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏശാവിനെ കാണാൻ തയ്യാറെടുക്കുന്നു. മുമ്പ് ചെയ്ത വഞ്ചനയെ ഓർത്ത് അവൻ ഭയപ്പെടുന്നു. ഏശാവ് പ്രതികാരം ചെയ്യുമോ എന്ന ആശങ്കയോടെ അവൻ തൻ്റെ കുടുംബത്തെയും സമ്പത്തിനെയും വിഭജിച്ച് സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്നു. യാക്കോബ് ദൈവത്തോട് വിനയത്തോട് പ്രാർത്ഥിച്ച് തൻ്റെ അർഹതയില്ലായ്മ സമ്മതിക്കുന്നു. ആ രാത്രിയിൽ അവൻ ദൈവത്തോട് പുലരുവോളം പോരാടുകയും അനുഗ്രഹം ലഭിക്കുന്നതുവരെ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവൻ്റെ പേര് ഇസ്രായേൽ എന്ന് മാറ്റപ്പെടുന്നു. ഇതവൻ്റെ ജീവിതത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഈ അധ്യായം ദൈവത്തോടുള്ള വ്യക്തിയുടെ ഉള്ളിലെ പോരാട്ടത്തെ കാണിക്കുന്നു. യാക്കോബിൻ്റെ ഭയം പഴയ പാപങ്ങളുടെ ഭാരമാണ്. എന്നാൽ അവൻ്റെ പ്രാർത്ഥന ദൈവത്തിലേക്കുള്ള തിരിഞ്ഞുവരവാണ്. ദൈവത്തോടുള്ള പോരാട്ടം ആത്മീയ വളർച്ചയ്ക്കായുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ എന്ന പുതിയ പേര് ദൈവം നൽകുന്ന പുതിയ തിരിച്ചറിവിനെ കാണിക്കുന്നു. അനുഗ്രഹം നേടാൻ സമർപ്പണമാണ് വഴി, ചതിയല്ല. ദൈവം നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മെ മാറ്റുന്നു. ഇന്നത്തെ ജീവിതത്തിൽ പലർക്കും ഭയങ്ങളും കുറ്റബോധവും പഴയ പ്രശ്നങ്ങളുമുണ്ട്. യാക്കോബിനെ പോലെ നാം ദൈവത്തോട് സത്യസന്ധമായി പ്രാർത്ഥിക്കണം. ആത്മീയ വളർച്ച പലപ്പോഴും പോരാട്ടങ്ങളിലൂടെ വരുന്നു. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ പിടിച്ചു നിൽക്കണം. സമർപ്പണത്തിലൂടെയാണ് യഥാർത്ഥ മാറ്റമുണ്ടാകുന്നത്. ദൈവം നമ്മുടെ ജീവിതം പുതുക്കി പുതിയ തിരിച്ചറിവ് നമുക്ക് നൽകും. ഉൽപ്പത്തി 33-ൽ വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് ഏശാവിനെ കാണുന്നു. വിനയത്തോടെ അവൻ്റെ അടുക്കലെത്തുന്നു. അവൻ പലവട്ടം കുനിഞ്ഞ് സഹോദരനെ അഭിവാദ്യം ചെയ്യുന്നു. ഭയപ്പെട്ടതിന് വിരുദ്ധമായി ഏശാവ് ഓടിയെത്തി അവനെ ചേർത്ത് പിടിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു. യാക്കോബ് സമ്മാനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു. ആദ്യം ഏശാവ് നിരസിച്ചെങ്കിലും പിന്നീടത് സ്വീകരിക്കുന്നു. അവർ സമാധാനത്തോടെ പൊരുത്തപ്പെടുന്നു. ഏശാവ് തന്നോടുകൂടെ പോരുവാൻ യാക്കോബിനോട് നിർദ്ദേശിക്കുന്നുവെങ്കിലും യാക്കോബ് വേർപിരിഞ്ഞ് പോകുന്നു. അവസാനം യാക്കോബ് അവിടെ ഒരു യാഗപീഠം പണിയുന്നു. ഈ അധ്യായം ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും ശക്തിയെ കാണിക്കുന്നു. ഏശാവിൻ്റെ പ്രതികരണം ദൈവം മനുഷ്യഹൃദയങ്ങളെ മാറ്റാൻ കഴിയുന്നവനാണെന്ന് കാണിക്കുന്നു. യാക്കോബിൻ്റെ വിനയം അവൻ്റെ ആത്മീയ മാറ്റത്തെ തെളിയിക്കുന്നു. യഥാർത്ഥ സമാധാനം വിനയവും കൃപയും ആവശ്യപ്പെടുന്നു. ദൈവം നമുക്ക് മുൻപായി കാര്യങ്ങളെ ഒരുക്കുന്നു. അഭിമാനം വിട്ടുകളഞ്ഞാൽ സമാധാനം ലഭിക്കും. ഇന്ന് ബന്ധങ്ങൾ തകരുന്നത് സർവ്വസാധാരണമാണ്. ഈ അധ്യായം നമ്മെ ആദ്യം സമാധാനത്തിലേക്കുള്ള ചുവട് വയ്ക്കുവാൻ പഠിപ്പിക്കുന്നു. ദൈവം ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ളവനാണ്. ഭയത്തേക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കണം. ക്ഷമയും സമാധാനവും ജീവിതത്തിൽ സൗഖ്യം നൽകും. അഭിമാനത്തിന് പകരം വിനയം സ്വീകരിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. ഉൽപ്പത്തി 34-ൽ യാക്കോബിൻ്റെ മകളായ ദീന ദേശത്തിലെ സ്ത്രീകളെ കാണാൻ പോകുമ്പോൾ ശേഖേം അവളെ അപമാനിക്കുന്നു. തുടർന്ന് അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച് തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നു. യാക്കോബിൻ്റെ പുത്രന്മാർ വഞ്ചനയോടെ നഗരത്തിലെ പുരുഷന്മാർക്ക് പരിച്ഛേദന ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അവർ വേദനയിലായിരിക്കുമ്പോൾ ശിമിയോനും ലേവിയും നഗരത്തെ ആക്രമിച്ച് എല്ലാവരെയും കൊല്ലുന്നു. അവർ ദീനയെ രക്ഷിച്ചെങ്കിലും നഗരത്തെ കൊള്ളയടിക്കുന്നു. യാക്കോബ് ഈ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്നു, പ്രതികാരത്തെ ഭയപ്പെടുന്നു. ഈ അധ്യായം സംഘർഷത്തോടെയും പരിണിത ഫലങ്ങളോടെയും അവസാനിക്കുന്നു. ഈ അധ്യായം നിയന്ത്രണമില്ലാത്ത കോപത്തിൻ്റെ അപകടത്തെ കാണിക്കുന്നു. ദീനായുടെ നേരെ ഉണ്ടായ അനീതി ഗുരുതരമാണ്, പക്ഷേ പ്രതികാരം അതിരുവിട്ടതാണ്. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശമില്ലാത്ത കോപം നാശത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ നീതി ജ്ഞാനവും നിയന്ത്രണവും ഉൾക്കൊള്ളുന്നു. വേദനയിൽ നിന്നുള്ള എല്ലാ പ്രതികരണങ്ങളും ശരിയായിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ വഴിയിൽ നീതി നടപ്പാക്കണം. ഇന്ന് അനീതികൾ ആളുകളെ കോപത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈ അധ്യായം നമ്മെ ചിന്തിപ്പിക്കുന്നത് പ്രതികാരം പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുമെന്നാണ്. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടാതെ പ്രവർത്തിക്കരുത്. കോപത്തിന് പകരം ജ്ഞാനവും സ്വയം നിയന്ത്രണവും ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കണം. ആലോചിച്ചുള്ള പ്രതികരണമാണ് ശരിയായ വഴി. കീഴടങ്ങലിലൂടെയും വിനയത്തിലൂടെയും എൻ്റെ ആന്തരിക പോരാട്ടങ്ങളും ബന്ധങ്ങളും മാറ്റാൻ ഞാൻ ദൈവത്തെ അനുവദിക്കുന്നുണ്ടോ? ഭയം, സംഘർഷം അല്ലെങ്കിൽ അനീതി എന്നിവ നേരിടുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വഴിയിലാണോ പ്രതികരിക്കുന്നത്, അതോ എൻ്റെ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണോ പ്രതികരിക്കുന്നത്? ഈ വചനങ്ങളാൽ സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.